ഭാഗമായാണ് നമ്മളൊക്കെ നമ്മുടെ നാടുകളിൽ പിഞ്ചുമക്കളുടെ പ്രകീർത്തന മധുകീർത്തനങ്ങളൊക്കെ സദസ്സ് നമ്മൾ ഒരുക്കുന്നതും സജ്ജീകരിക്കുന്നതും. അപ്പോൾ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയം വെക്കുക, അവിടുത്തെ മദ്ഹ് പറയുക, അവിടുത്തെ വേണ്ട എല്ലാ പ്രകീർത്തനങ്ങളും നടത്തുക എന്നുള്ളത് ഖൽബിൽ ഈമാനുള്ള ഒരു മുഅ്മിനായ മനുഷ്യന്റെ അടയാളമാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം സ്വഹാബത്തൊക്കെ ഇരിക്കുന്ന സദസ്സിൽ വെച്ച് എല്ലാ സ്വഹാബികളും പ്രമുഖന്മാരായ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു, ഇങ്ങനെയുള്ള പ്രഗൽഭരായ സ്വഹാബത്തൊക്കെ ഇരിക്കുന്ന സദസ്സിൽ വെച്ച് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, മാദാ തുഹിബ്ബു ഫിദ് ദുനിയാ? വ അബൂബക്കറെ, നിങ്ങൾ ഈ ദുനിയാവിൽ വെച്ച് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്താണ്? നിങ്ങൾക്ക് എന്താണ് വല്ലാതെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്ന് ചോദിച്ചപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ 3 കാര്യങ്ങൾ ഉഹിബ്ബു ഫിദ് ദുനിയാ സലാസ, 3 കാര്യങ്ങൾ ഞാൻ ഇഷ്ടപ്പെടുകയാണ്. അതിൽ ഒന്നാമത് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പറഞ്ഞു, അന്നളുറു ഇലൈക, ഓ ഹബീബായ തങ്ങളെ, അവിടത്തേക്ക് നോക്കി നിൽക്കുന്നത് എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. അവിടുത്തെ മുഖം പ്രകാശിപ്പിക്കുന്ന ആ പ്രശോഭിതമായ മുഖം കണ്ടു നിൽക്കെ എന്റെ സമയം മുഴുവനും അതിനു വേണ്ടി ചെലവഴിക്കുന്നത് എനിക്ക് വല്ലാത്ത ഇഷ്ടമാണെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്നാമത് പറയുന്നതാണ്, അന്നളുറു ഇലൈക, അവിടുത്തെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്നത് എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് നബിയെ. രണ്ടാമത് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, വൽ ജുലൂസു ബൈന യദൈക, തങ്ങളെ അങ്ങയുടെ മുന്നിൽ ഇരിക്കുന്നത് എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. അങ്ങയെ കൂടെ സമയം ചെലവഴിക്കുന്നത്, അങ്ങയുടെ ഹദീസിന്റെ സദസ്സുകളിൽ ഇരിക്കുന്നത്, അങ്ങയുടെ പരിശുദ്ധമായ വാക്കുകൾ കേൾക്കുന്നത് എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. എന്നിട്ട് മൂന്നാമത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എനിക്ക് മൂന്നാമത് ഇഷ്ടപ്പെടുന്ന കാര്യം ഏതാണെന്നറിയോ? എനിക്ക് ഒന്നാമത് തങ്ങളെ കാണൽ വല്ലാത്ത ഇഷ്ടമാണ്, തങ്ങളെ കൂടെ ഇരിക്കൽ വല്ലാത്ത ഇഷ്ടമാണ്. മൂന്നാമത്തെ കാര്യം ഏതാണെന്നറിയോ? വല്ലിൻഫാഖു അലൈക, തങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത്, വഇൻഫാഖു മാലി അലൈക, തങ്ങൾക്ക് വേണ്ടി എന്റെ സമ്പത്ത് മുഴുവനും ചെലവഴിക്കുന്നത് എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം വായിക്കുമ്പോൾ, അവിടുത്തെ പാഠം പഠിക്കുമ്പോൾ, അവിടുത്തെ ജീവിതം നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അവിടുത്തെ പ്രവർത്തനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, അവിടുന്ന് ജീവിച്ച മാതൃക നമ്മൾ ഏറ്റെടുക്കുമ്പോൾ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വലിയ ഒരു ആശയമാണ്, വലിയ ഒരു മഹത്വമാണ്. ജീവിതം മുഴുവനും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചത്, മുഴുവൻ സമ്പത്തുകളും തങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം സ്വഹാബത്തിനോട് പറഞ്ഞു, സിദ്ദീഖ് എല്ലാ സമ്പത്തും എനിക്ക് വേണ്ടി ചെലവഴിച്ചു, സിദ്ദീഖ് ഒഴികെയുള്ള മുഴു സമ്പത്തും എനിക്ക് വേണ്ടി ചെലവഴിച്ചു എന്ന് പറയുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് പറയുന്നു, അല്ല തങ്ങളെ, സമ്പത്ത് മാത്രമല്ല, ഈ സിദ്ദീഖിന്റെ ശരീരം പോലും ഞാൻ അങ്ങേക്ക് വേണ്ടി സമർപ്പിച്ചിട്ടുണ്ട്, ഈ സിദ്ദീഖിന്റെ ശരീരം പോലും ഞാൻ അങ്ങേക്ക് വേണ്ടി ധർമ്മം ചെയ്തിട്ടുണ്ട്, എന്റെ മുഴു ജീവൻ പോലും ഞാൻ ചെലവഴിക്കുന്നത്, അതെ ഞാനത് ഏറ്റെടുക്കുന്നത്, ഞാനത് ധർമ്മം ചെയ്യുന്നത് അങ്ങേക്ക് വേണ്ടിയാണ്. ഇത്രത്തോളം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്ത് സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ഇത്തരത്തിലുള്ള പരിപാടികൾ ഇവിടെ നടത്തുമ്പോ, ഇത്തരത്തിലുള്ള സജ്ജീകരണങ്ങൾ ചെയ്യുമ്പോ, മക്കളെ വിളിച്ചുണർത്തി നമ്മൾ പാട്ടുപാടുമ്പോൾ, തങ്ങളുടെ മദ്ഹ് കീർത്തനങ്ങൾ പാടുമ്പോൾ,
പ്രകീർത്തനം നമ്മൾ ചെയ്യുമ്പോൾ ചില ആളുകൾക്കത് പറ്റുന്നില്ല, ചില ആളുകൾക്കത് വല്ലാത്ത പ്രശ്നമാണ്, ചില ആളുകൾക്കത് വല്ലാത്ത ക്ഷീണമാണ്. ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബഹുമാനപ്പെട്ട ശൈഖ് അബൂ മൂസാ സർഹൂനി റളിയല്ലാഹു അൻഹു നബി തങ്ങളെ സ്വപ്നം കാണുകയാണ്. സുബുലുൽ ഹുദാ വർ-റഷാദിൽ ഉദ്ധരിക്കുന്നത് കാണാം. ബഹുമാനപ്പെട്ട സർഹൂനി തങ്ങൾ മുത്തുനബിയെ സ്വപ്നം കാണുകയാണ്. ആ സ്വപ്നം കണ്ട സമയത്ത് മുത്തുനബിയോട് ചോദിച്ചു, അല്ല തങ്ങളെ, അങ്ങയുടെ റബീഉൽ അവ്വൽ വരുമ്പോ, റബീഉൽ അവ്വൽ 12 വരുമ്പോ, അങ്ങയുടെ ജനിച്ച മാസം വരുമ്പോ മക്കളൊക്കെ മദ്ഹ് പറയാറുണ്ട്, പ്രകീർത്തനങ്ങൾ ചെയ്യാറുണ്ട്, അങ്ങയെ പറ്റിയിട്ടുള്ള പ്രകീർത്തനങ്ങൾ ഇങ്ങനെ ലോകത്ത് പാടി പറയാറുണ്ട്. അതിനെപ്പറ്റി ചില ആളുകൾ ബിദ്അത്താണെന്ന് പറയുന്നുണ്ട്, ചില ആളുകൾ അത് കുഫ്റാണെന്ന് പറയുന്നുണ്ട്, ചില ആളുകൾ അത് ശിർക്കാണെന്ന് പറയുന്നുണ്ട്. തങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് മുത്തുനബിയോട് ചോദിച്ചപ്പോൾ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞൊരു മറുപടിയുണ്ട്. മൻ ഫരിഹ ബിനാ ഫരിഹ്നാ ബിഹി. എന്നെ കൊണ്ട് ആരാണോ സന്തോഷിക്കുന്നത്, എന്നെ കൊണ്ട് ആരാണോ ആഹ്ലാദിക്കുന്നത്, അവരെ കൊണ്ട് ഞാനും സന്തോഷിക്കുന്നുണ്ട്. മുത്തുനബിയുടെ ജന്മദിനം വന്നപ്പോൾ, മുത്തുനബിയുടെ ജനിച്ച മാസം വന്നപ്പോൾ മക്കളെ വിളിച്ച് നമ്മൾ സംഗമിച്ചുകൊണ്ട് മുത്തുനബിയുടെ മദ്ഹ് പറയുന്നു, മുത്തുനബിയുടെ പ്രകീർത്തനം നടത്തുന്നു. ഇത് മുത്തുനബിയുടെ പേരിലുള്ള സന്തോഷമാണ്, മുത്തുനബിയുടെ പേരിലുള്ള ആഹ്ലാദമാണ്. അങ്ങനെ ഞങ്ങൾ സന്തോഷിക്കുമ്പോൾ, മുത്തുനബിയുടെ പേരിലുള്ള സന്തോഷമാകുമ്പോൾ മുത്തുനബി ഞങ്ങളെ കൊണ്ട് സന്തോഷിക്കുകയാണ്. ഇതാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ അടയാളം. ഖൽബിൽ ഈമാനുള്ള ഒരു മനുഷ്യൻ, യഥാർത്ഥ മുഅ്മിനായ ഒരു മനുഷ്യൻ മുത്തുനബിയുടെ മദ്ഹിൽ കഴിയാതെ, മുത്തുനബിയുടെ പ്രകീർത്തനങ്ങളില്ലാതെ, മുത്തുനബിയുടെ മഹത്വം പറയാതെ, മുത്തുനബിയുടെ ശ്രേഷ്ഠത പറയാതെ, മുത്തുനബിയുടെ സൃഷ്ടിപ്പിനെ പറ്റി പറയാതെ, മുത്തുനബിയുടെ ജീവിതത്തെ പറ്റി പറയാതെ, മുത്തുനബിയുടെ ചര്യയെ പിൻപറ്റാതെ, മുത്തുനബിയുടെ ചര്യകൾ ജീവിതത്തിന്റെ മാതൃകമാക്കാതെ ഒരു മുഅ്മിനായ മനുഷ്യൻ ഇവിടെ ജീവിക്കാൻ കഴിയൂല. ഖൽബിൽ ഈമാനുള്ള ഒരു മനുഷ്യൻ എപ്പോഴും പറയുന്നതും പാടുന്നതും കേൾക്കുന്നതും ചിന്തിക്കുന്നതും ആലോചിക്കുന്നതും അത് ലോകത്തിന്റെ നേതാവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റിയാണ്. തങ്ങളുടെ മദ്ഹ് പറയുന്നത് വലിയ പുണ്യമുള്ള വിഷയമാണ്. മഹാന്മാരൊക്കെ ഉദ്ധരിച്ചതാണ്, അംഗീകരിച്ചതാണ്. അതുകൊണ്ട് മക്കളെ കൂട്ടിയിട്ട് നമ്മൾ മദ്ഹ് പറയുന്നത്, മക്കളെ കൊണ്ട് ഞങ്ങൾ മദ്ഹ് പാടിപ്പിക്കുന്നത് അത് വലിയ പുണ്യമുള്ള വിഷയമാണ്. നമ്മുടെ ജീവിതത്തിലും വീട്ടിലും ജോലിയിലും കച്ചവടത്തിലും ബിസിനസ്സിലും പ്രവർത്തിക്കുന്ന മുഴുവൻ മേഖലകളിലും വലിയ ബറക്കത്ത് ലഭിക്കാനുള്ള കാരണം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹാണ്. അതുകൊണ്ട് തങ്ങളുടെ മദ്ഹ് പറഞ്ഞുകൊണ്ടുള്ള ജീവിതം ഏറ്റവും ഖൈറായ ജീവിതമാണ്, ഏറ്റവും വലിയ ബറക്കത്തുള്ള ജീവിതമാണ്. അല്ലാഹു റഹ്മത്ത്, ബറക്കത്ത്, റഅഫത്ത് എല്ലാം വിശാലമാക്കി നൽകുന്നത് അത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് മാത്രമാണ്. അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്ന ഒരാൾ മുത്തുനബിയെ സ്നേഹിക്കാതെ, മുത്തുനബിയെ പിൻപറ്റാതെ, മുത്തുനബിയുടെ ആദർശം ജീവിതത്തിൽ കൊണ്ടുവരാതെ, അവിടുത്തെ ചര്യയെ അതേ മുറുകെ പിടിക്കാതെ റബ്ബിലേക്ക് എത്താൻ ഒരാൾക്കും സാധ്യമല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, റബീഉൽ അവ്വൽ കഴിഞ്ഞാലും നമ്മുടെ വീടുകളിൽ മൗലിദ് നശിപ്പിച്ചു പോകരുത്. റബീഉൽ അവ്വൽ കഴിഞ്ഞാലും മുത്തുനബിയുടെ മദ്ഹ് നമ്മൾ നിർത്തരുത്. ഇനി എത്ര റബീഉൽ അവ്വൽ വരുന്നുവോ, ഈ റബീഉൽ അവ്വൽ 1500ാമത്തെ റബീഉൽ അവ്വലാണ് നമുക്ക് ലഭിച്ചത്. ഏറ്റവും വലിയ ഭാഗ്യമുള്ള തൗഫീഖുള്ള ആളുകളാണ്. അതുകൊണ്ട് ഇനി വരാനുള്ള ദിവസങ്ങളിലും മാസങ്ങളിലും ഇനി വരാനുള്ള റബീഉൽ അവ്വലിലൊക്കെ വെച്ച് മുത്തുനബിയുടെ മദ്ഹ് നമ്മൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നമ്മുടെ ഖൽബിൽ മുത്തുനബിക്കല്ലാതെ ഒരാൾക്കും സ്ഥാനമില്ല. അവിടത്തോടുള്ള മഹബ്ബത്തല്ലാതെ, അവിടത്തോടുള്ള ഇഷ്കല്ലാതെ നമ്മുടെ ഖൽബിലൊന്നും ഉണ്ടാകരുത്. ലാ ഈമാന ലിമൻ ലാ മഹബ്ബത ലാ. മുത്തുനബിയോട് സ്നേഹമില്ലാത്ത ഒരാളുടെ ഈമാൻ പൂർണ്ണമല്ല എന്ന് മഹാന്മാർ പഠിപ്പിക്കും വിധത്തിൽ മുത്തുനബിയുടെ മഹബ്ബത്ത് നമ്മുടെ ഖൽബിൽ വേണം. യഥാർത്ഥ മുത്തുനബിയെ സ്നേഹിക്കുന്ന മുഹിബ്ബീങ്ങൾ, ആശിഖീങ്ങളെ കൂട്ടത്തിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന
ഇന്നാ ഫതഹനാ ലക ഫതഹൻ മുബീന എന്ന ഖുർആനിന്റെ വചനം കൊണ്ട് ഈ വേദിയെ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.